ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ. IPL എന്ന ക്രിക്കറ്റ് ലീഗിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ ഒരു ടീമാണ് CSK. എന്നാൽ കുറേ സാങ്കേതിക കാരണങ്ങളാൽ CSK 2025 സീസണിൽ വളരെ മോശം ഫോമിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. CSKയുടെ കരുത്തും ദൗർബല്യവും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ മാക്സിമം ശ്രമിക്കുക. ആദ്യം തന്നെ ഈ സീസൺ റെക്കോർഡ് എടുക്കാം. 3 മത്സരം കളിച്ച CSK ഒരെണ്ണം വിജയിക്കുകയും 2 തോൽക്കുകയും ചെയ്തു. ആവറേജ് ബാറ്റിംഗ് സ്കോർ വെറും 160 ആണ്. ഈ IPLൽ ഏറ്റവും ആവറേജ് ബാറ്റിംഗ് സ്കോർ 188 ആവറേജ് ബാറ്റിംഗ് സ്കോർ. CSK മാത്രമാണ് ഇത്ര ലോവറായുള്ള ഒരു ബാറ്റിംഗ് സ്കോർ ഇപ്പോഴും നിലനിർത്തുന്നത്. 6.67 എന്ന ആവറേജ് വിക്കറ്റ് ടേക്കിംഗ് ആണ് CSKയ്ക്കുള്ളത്. അത് ഏത് ടീമിനേക്കാളും CSKയ്ക്ക് ഒരു പടി മുകളിൽ തന്നെ. CSKയുടെ ഈ സീസണിലെ ഏറ്റവും വലിയ തോൽവി 50 റൺസിന് RCBയുമായി ആയിരുന്നു. എന്നാൽ ഏറ്റവും വലിയ വിജയം 4 വിക്കറ്റിന് MIയുമായിരുന്നു. ഒരു വിജയം മാത്രമാണ് CSKയ്ക്കുള്ളത്. സീസണിൽ CSK 8ാം സ്ഥാനത്താണ്. 2 പോയിൻറ്റോടെ -0.771 എന്ന നെറ്റ് റൺ റേറ്റുമായി 8ാം സ്ഥാനത്താണ് CSK ഇപ്പോൾ ഉള്ളത്. CSKയുടെ ഏറ്റവും നല്ല ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദും രവീന്ദ്ര ജഡേജയുമാണ് ഇപ്പോൾ ഉള്ളത്. രവീന്ദ്ര ജഡേജ 6ാമത് വരുന്ന ഒരു ബാറ്റ്സ്മാനാണ്. എന്നിട്ട് പോലും രവീന്ദ്ര ജഡേജ ഇത്രയും ഉയരെ വരണമെങ്കിൽ CSKയുടെ മിഡിൽ ഓർഡർ വളരെ മോശം തന്നെയാണ്. ശിവൻ ദൂബെയും രാഹുൽ ത്രിപാഠിയും രജിൻ രവീന്ദ്രയും ഒന്നും മത്സരത്തിനകത്ത് ഫോമിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ CSKയ്ക്ക് അത് വളരെ ദുർഘടമായ ഒരവസ്ഥ തന്നെയാണ്. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോൾ നൂർ അഹമ്മദും മദീഷ പതിരണയുമാണ്. ബൗളിങ്ങിൽ CSK ഒന്നും നോക്കാനില്ല. കാര്യം നല്ലൊരു മികച്ച ബൗളിംഗാണ് CSKയ്ക്കുള്ളത്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്നും 9 വിക്കറ്റാണ് നൂർ അഹമ്മദ്. CSKയുടെ കഴിഞ്ഞ 3 കളികളിൽ നമുക്ക് നോക്കാം. ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസുമായി 155-ന് 9 വിക്കറ്റ് മുംബൈ ഇന്ത്യൻസിൻ്റെ ചെന്നൈ വീഴ്ത്തിയപ്പോൾ 158 റൺസ് എടുക്കാൻ ചെന്നൈക്ക് 6 വിക്കറ്റ് നഷ്ടമായി. അതുതന്നെ CSKയുടെ ഒരു മോശം ഫോമാണ്. 19ാം ഓവറിലാണ് CSK കളി ഫിനിഷ് ചെയ്തത്. എന്നാൽ RCBയുമായി വരുമ്പോൾ ചെന്നൈക്ക് 146 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. അവരുടെ 8 വിക്കറ്റുകൾ തങ്ങൾക്ക് നഷ്ടമായി. RRൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 182 എന്ന കുഞ്ഞൻ സ്കോർ പോലും CSKയ്ക്ക് മറികടക്കാൻ സാധിച്ചില്ല. 176 റൺസ് അടിച്ചപ്പോഴേക്കും CSKയുടെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ CSK കംപ്ലീറ്റ് ചെയ്തു. CSK വളരെ മെല്ലെ കളിക്കുന്ന ഒരു ബാറ്റിംഗ് നിരയാണ്. വളരെ ആക്രമിച്ച് കളിക്കാത്തൊരു ടീം CSK മാത്രമാണ്. CSKയുടെ ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ രജിൻ രവീന്ദ്ര, രാഹുൽ ത്രിപാഠി, ഋതുരാജ് ഗെയ്ക്വാദ്, വിജയ് ശങ്കർ, രവീന്ദ്ര ജഡേജ, MS ധോണി, ജേമി ഓവർട്ടൺ, രവിചന്ദ്രൻ അശ്വിൻ, നൂർ അഹമ്മദ്, മദീഷ പതിരണ, കെലിൽ അഹമ്മദ്. ഇനി പറയാൻ പോകുന്നത് CSKയുടെ മാറ്റങ്ങൾ എവിടെയാണ് വരേണ്ടതെന്നാണ്. പല പോർട്ടലുകളിൽ നിന്നുമാണ് നമ്മൾ ഈ എക്സ്പെക്റ്റഡ് ലൈനപ്പ് പറയാൻ പോകുന്നത്. ക്രിക്കറ്റ് മാനിയയുടെ മാത്രം അഭിപ്രായമല്ല. എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം കാണും. അത് കമൻ്റായി രേഖപ്പെടുത്തുക. CSK മാറ്റം വരുത്തേണ്ടത് ജേമി ഓവർട്ടണിന് പകരം ഡെവൻ കോൺവേനെ ടീമിലെത്തിക്കുക. എന്നിട്ട് രജിൻ രവീന്ദ്രയ്ക്ക് പകരം ഋതുരാജ് ഗെയ്ക്വാദും ഡെവൻ കോൺവേയും ഓപ്പൺ ചെയ്യുക. 1 ഡൗണായി രാഹുൽ ത്രിപാഠി. അതിനുശേഷം ശിവം ദൂബെ ഓർ രജിൻ രവീന്ദ്ര. അത് കഴിഞ്ഞ് വിജയ് ശങ്കർ ഓർ ശിവം ദൂബെ ഓർ രജിൻ രവീന്ദ്ര. കാര്യം രജിൻ രവീന്ദ്രനെ ഒരു ഫിനിഷർ റോളിലേക്ക് CSKയ്ക്ക് മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ ശിവം ദൂബേനെ ഒരു ഫിനിഷർ റോളിലേക്ക് CSKയ്ക്ക് മാറ്റാൻ സാധിക്കും. അത് CSKയ്ക്ക് വളരെ ഉപകാരം ചെയ്യും. ബൗളിങ്ങിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടാത്ത CSKയ്ക്ക് ഒരു ഓൾറൗണ്ടർ കുറഞ്ഞാൽ പോലും സാരമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജേമി ഓവർട്ടണിന് പകരം ഡെവൻ കോൺവേനെ ടീമിലെത്തിക്കാൻ പറയുന്നത്. എന്തായാലും അങ്ങനെ ടീമിലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ CSK പഴയതുപോലെ തന്നെ ട്രാക്കിലേക്ക് എത്തും. രാഹുൽ ത്രിപാഠി തൻ്റെ ഫോം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അജിങ്ക്യ രഹാനെ പോലെ തന്നെ താരവും ഫോം ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ CSK ടീം നല്ലൊരു ടീം തന്നെയാണ്. ഫീൽഡിങ്ങിൽ ശകലം മോശമാണ് CSK. അതുകൂടി മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത് CSK ടീം മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. എന്തായാലും CSKയുടെ അടുത്ത മത്സരങ്ങൾ വിജയിക്കുമെന്ന് ആശംസയോടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു.